മീൻ വിൽക്കാൻ തീരുമാനിച്ചത് വന്നിട്ട് നമുക്ക് ആരും ജോലി തരാൻ തയ്യാറല്ല, അതാണ് സത്യം. കച്ചവടം ഇച്ചിരി ബുദ്ധിമുട്ടിലാണ്. നമുക്ക് മുതൽ മാത്രമേ കിട്ടുന്നുള്ളൂ ഇതുവരെയായിട്ട്. എനിക്കെന്ന് പറഞ്ഞാൽ 1 രൂപ ഇതുവരെ എടുക്കാൻ പറ്റിയിട്ടില്ല. നമസ്കാരം. പോളിയോ വാക്സിൻ എടുത്ത് 2 കാലുകളും 1 കൈയും തളർന്നിട്ടും തളരാത്ത മനസ്സുമായി മീൻ വിൽക്കുകയാണ് സുമ. സുമയെ പരിചയപ്പെടാനും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാനുമാണ് ഇന്ന് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത്. ഹായ് സുമ. ഹായ്. എങ്ങനെ ഉണ്ടായിരുന്നു കച്ചവടമൊക്കെ? കച്ചവടം ഇപ്പോൾ വന്നിരുന്നേ ഉള്ളൂ. ഇനി അങ്ങോട്ട് ആൾക്കാരൊക്കെ വരും അല്ലേ? എവിടെ സുമയുടെ വീട്? ഇവിടെ അടുത്താണോ? ഞാനിവിടെ വലിയ വിളയിലാണ്, മൈത്രി നഗറിനകത്ത്. എങ്ങനെയാ അപ്പൊ സുമ ഇവിടെ എത്തുന്നത്? ഇവിടെ വരുന്നത് എങ്ങനെയാ? ഞാൻ ഓട്ടോയിലാണ് ഇന്ന് വന്നത്. ഇന്നലെ ഒരു വണ്ടി ഉണ്ടായിരുന്നു, പക്ഷെ അതെനിക്ക് ഓട്ടിക്ക് ആളില്ലാത്തതുകൊണ്ട് വരാൻ പറ്റും. അങ്ങനെ വണ്ടി അവിടെ കിടക്കുക. വേറെ ഓട്ടോയിലാണോ അപ്പൊ എന്നും വരുന്നത്? ഇനി അങ്ങോട്ട് ഒരു വണ്ടി ഓട്ടിക്ക് ആളെ കിട്ടുന്നവരെ ഞാൻ ഓട്ടോയിലായിരിക്കും വരും. ഓട്ടോയിലായിരിക്കും വരുന്നത് അല്ലേ? അപ്പൊ സുമയ്ക്ക് എന്താ പറ്റിയത് ആക്ച്വലി? ഇത് കാലും ഈ കൈയും എന്താ പറ്റിയത് സുമയ്ക്ക്? ഇത് വന്നിട്ട് എനിക്ക് കുഞ്ഞിലെ പോളിയോ വന്നതാണ്. എൻ്റെ 1 വയസ്സിരിക്കുമ്പോൾ എനിക്ക് പോളിയോ ബാധിച്ച് എൻ്റെ 2 കാലും 1 കൈയും തളർന്നതാണ് അല്ലേ? 1 വയസ്സ് വരെ ഒരു കുഴപ്പമില്ലായിരുന്നു, നോർമൽ ഒരു കുട്ടിയായിരുന്നു. വാക്സിൻ എടുക്കുമ്പോൾ പനി ഉണ്ടായിരുന്നു, അങ്ങനെ പറ്റിയതെന്താ പറയുന്നത്. സുമ മാരീഡ് ആണോ? ഞാൻ കല്യാണം കഴിച്ചതാണ്. കുട്ടിയുണ്ടോ? ഒരു മോനുണ്ട്. അംഗൻവാടി പോകുന്നു, 4 വയസ്സ്. ആണോ? അപ്പൊ ആരാ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കുക? കുട്ടിയുടെ കാര്യങ്ങൾ വെച്ചാൽ രാവിലെ പോകുന്നതിന് മുന്നേ ചേട്ടനും ഞാനും കൂടെ നോക്കും. ഞാൻ 2 ദിവസം രാവിലെ വന്നിരിക്കുമായിരുന്നു, അപ്പോൾ ഫുള്ള് ചേട്ടനാണ് നോക്കിയത്. വീട്ടിലെ അമ്മയും അച്ഛനും? എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ, അച്ഛൻ മരിച്ചുപോയി. അമ്മ വയസ്സായി, 60-65 വയസ്സൊക്കെ ആയി, വയ്യായ്മയൊക്കെ ഉണ്ട്. അമ്മ തനിച്ച് വേറെ വീട്ടിലാണ്, ഞങ്ങളിവിടെ വേറെയാണ്. സുമയ്ക്ക് ഇത്ര വയ്യാഴിയൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെ മീൻ വിൽക്കാമെന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്? മീൻ വിൽക്കാൻ തീരുമാനിച്ചത് വന്നിട്ട് നമുക്ക് ആരും ജോലി തരാൻ തയ്യാറല്ല, അതാണ് സത്യം. സുമ എത്ര വരെ പഠിച്ചു? ഇപ്പോൾ ഞാൻ ഡിപ്ലോമ 3D അനിമേഷൻ പഠിച്ചിട്ടുണ്ട്, അല്ലാതെ MS ഓഫീസ് DTP ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഇത്രയും ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ടും ജോലി തരാൻ ആരും തയ്യാറല്ല അല്ലേ? എന്താ അവർ റീസൺ പറയുന്നത്? ഒന്നിൽ നമ്മളെ പോലുള്ളവർക്ക് പോകാൻ പറ്റുന്നതായിരിക്കും അവരുടെ ഓഫീസ് എന്ന് പറഞ്ഞാൽ 2nd ഫ്ലോർ ആയിരിക്കും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ലിഫ്റ്റ് ഉണ്ടാവൂല. അത്രയും പഠിക്കട്ടൊക്കെ നമുക്ക് കയറിയപ്പോൾ ബാത്റൂമിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട്. അതിനെന്തെങ്കിലും ഒരു ഓൾട്ടർനേറ്റീവ്? പിന്നെ ചിലർക്ക് ഇങ്ങനെയുള്ളവർക്ക് കൊടുക്കാൻ താല്പര്യം ഇല്ലാത്ത കമ്പനികളും ഉണ്ട്. ഇല്ല, നമ്മൾ അങ്ങനെയുള്ളവരെ നോക്കുന്നില്ല എന്നുള്ളവർ. അതുകൊണ്ട് ഇങ്ങനെ ഒരു ജീവിക്കാനായിട്ട് ഇങ്ങനെ ഒരു തൊഴിൽ സുമ സ്വയം തിരഞ്ഞെടുത്താണോ? അതെ. എൻ്റെ സാധനം ഞാൻ തന്നെ പോയി എടുക്കണം എന്നുള്ള ആ ഒരു ഇതിന് വേണ്ടി ഞാൻ സ്വന്തമായിട്ട് ചെയ്യുന്ന തൊഴിൽ അല്ലേ? സ്വന്തമായിട്ട് തന്നെ ചെയ്യണമെന്ന് അതൊരു നിർബന്ധം തന്നെ. നമ്മൾ പോയി നല്ലത് നോക്കി എടുക്കണം എന്നുള്ള ഒരു ഇതും കൂടെ. അത് ശരി. ഈ മീൻ എടുക്കാൻ പോകുമ്പോൾ നമ്മൾ കടപ്പുറത്തേക്ക് പോകുമ്പോൾ കാണാൻ ഭയങ്കര ക്രൗഡല്ലേ? അപ്പോൾ ഈ ക്രൗഡിനകത്തേക്ക് ഈ വീൽ ചെയറുമായിട്ട് മാനുവലായിട്ട് ഇട്ടിക്കൊണ്ട് പോയി എടുക്കുമ്പം സുമയ്ക്ക് ഒരുപാട് ഉണ്ടാവുമായിരിക്കുമല്ലോ? ബുദ്ധിമുട്ട് ഒരുപാടുണ്ട്. പക്ഷെ വന്നിട്ട് നമുക്ക് ഒരുപാടങ്ങ് മണ്ണിലോട്ട് ഇറക്കേണ്ടി വന്നിട്ടില്ല അധികം. കാരണം ലേലം വിളിക്കുന്നത് കുറച്ചുകൂടെ ഇങ്ങോട്ടാണ്. അപ്പോൾ നമ്മൾ അവരുടെ അടുത്തോട്ട് ചെല്ലുമ്പോഴത്തേന് വീൽ ചെയർ പോകാൻ പിന്നെ അവിടെ നിൽക്കുന്നവർ സഹകരിക്കും. സുമയ്ക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ ഒരു ഓട്ടോമാറ്റിക് വീൽ ചെയർ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ എളുപ്പമായനെ, കുറച്ചുകൂടെ ലൈഫ് ഈസി ആയതിനും തോന്നിയിട്ടുണ്ടോ? ഉണ്ട്. കാരണം അതൊക്കെ ആകുമ്പോൾ നമ്മൾ ആരും നമ്മളെ ഉന്തി കൊണ്ടുപോകണ്ട. ഇത് വന്നിട്ട് ഒരാൾ ഉന്തി തള്ളണം. കാരണം എനിക്ക് 1 കൈ വയ്യാത്തതിന് ഒരു സൈഡ് ഉരുട്ടുമ്പോഴത്തേനും ഒരു സൈഡ് അങ്ങോട്ട് പോകും കൂടെ, അങ്ങനെയൊക്കെ ഉണ്ട്. ഒരുപാട് മറ്റേ മോട്ടോർ റൈഡാണെങ്കിൽ നമ്മൾ തന്നെ അങ്ങ് ഡ്രൈവ് ചെയ്ത് പോകാം. അത് കുഴപ്പമില്ലാതെ മണ്ണിൽ പോവുകയും ചെയ്യും. അത്യാവശ്യം മണ്ണൊക്കെ ഉണ്ടെങ്കിൽ അതിൽ പോകും. അത്യാവശ്യം ആക്സസിബിൾ ആണ്, എല്ലാ ഏരിയയിലും പോവുകയും ചെയ്യാം. വേറൊരാളുടെ ഹെൽപ്പ് എല്ലാ സമയത്തും നമുക്ക് ആവശ്യമുണ്ട് അല്ലേ? പിന്നെ അതുപോലെ ഇവിടെ ഇരിക്കുമ്പോഴാണേലും ഇപ്പം എനിക്ക് പെട്ടെന്ന് ബാത്റൂം എന്തെങ്കിലും പോകണമെങ്കിൽ തന്നെ ഇതെനിക്ക് ഉരുട്ടി കൊണ്ട് പോകാൻ പാടാണ്. മറ്റേതാണെങ്കിൽ ഞാൻ ഡ്രൈവ് ചെയ്ത് പോയി ആരോട് ചോദിച്ചിട്ടാണ് അവരുടെ വീട്ടിലൊന്ന് പെർമിഷൻ ചോദിച്ചാൽ പോകാം. ഇപ്പം ഇവിടെ ഇരിക്കുമ്പം അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാൽ എന്താ ചെയ്യുക? ഇതുവരെ അങ്ങനെ വരുത്തുന്ന രീതിയിൽ ഇരുന്നിട്ടില്ല. രാവിലെ വന്നിട്ട് ഉച്ചവരെ ഇരിക്കും, എന്നിട്ട് വീട്ടിൽ പോകും. പിന്നെ റെസ്റ്റ് റൂമിലൊക്കെ പോയി എല്ലാം ഫ്രഷ് ആയിട്ട് പിന്നെ ഈവനിങ് വരും. പൂന്തുറ എന്ന് പറയുന്നതിൽ പൂന്തുറ എൻ്റെ സ്ഥലം അതാണ്. ഞാൻ അവിടെയാണ് ജനിച്ച് വളർന്നത്. അപ്പം നമുക്കറിയാം അവിടുത്തെ നമ്മുടെ ചേട്ടന്മാരാണ് എല്ലാം നമ്മുടെ നാടാണ്. അപ്പം നമ്മുടെ ചേട്ടന്മാർ പോയി പണിക്ക് പോയി കൊണ്ടുവരുന്ന മീൻ ഫ്രഷ് ആയിരിക്കും നമുക്കറിയാലോ. അപ്പം പൂന്തുറയിൽ പോയി രാവിലെ ഒരു 5-5:30 ആകുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങും. ഇവിടെ നിന്ന് ഇറങ്ങി പൂന്തുറയിൽ പോയിട്ട്
ഇതുപോലെ മീനെടുത്തിട്ട് 7 മണിയാകുമ്പോൾ വരും അല്ലേ? ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നല്ലോ. ഇന്നലെ മഴയായിരുന്നു, പക്ഷെ എന്നാലും ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വന്നു. ആ വണ്ടിയുടെ സീറ്റിന്റെ ഇടയ്ക്കുള്ള സ്പേസ് ഉണ്ടല്ലോ, അതിലിരുന്ന് ഈ മേശ വെച്ച് അങ്ങനെ ഇരുന്ന് ചെയ്തു. എന്നാലും നമ്മൾ വിട്ടു കൊടുക്കത്തില്ല, കാരണം മുതലെങ്കിലും കിട്ടണ്ടേ, അതിനു വേണ്ടി നമ്മള് മുന്നോട്ട്. പിന്നെ രാവിലെയൊക്കെ നല്ല വെയിലാണ്. ഈ ലൊക്കേഷൻ ഒന്ന് കറക്റ്റ് പറയാമോ? ഇത് വന്നിട്ട് കുണ്ടമൺകടവ് പാലം ഇറങ്ങി വരുമ്പോ അതിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഉണ്ട് കുണ്ടമൺകടവ് പുതിയ പാലം. കുണ്ടമൺകടവ് പുതിയ പാലം ഇറങ്ങി വരുമ്പോൾ ലെഫ്റ്റ് സൈഡ്, ഈ സൈഡിൽ തന്നെയാണ്, ഇവിടെ തന്നെയാണ് ഞാൻ എന്നെ കാണാനും. ഇറങ്ങി വരുമ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ തന്നെ നിങ്ങൾക്ക് സുമയെ കാണാം. സുമയ്ക്ക് കച്ചവടമൊക്കെ നല്ല കുറവാണ്. ഇതുവഴി പോകുന്നവർ അതിനായിട്ട് വരണമെന്ന് ഞാൻ പറയുന്നില്ല. ഇതുവഴി പാസ് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾ സുമയുടെ നിന്ന് മീൻ വാങ്ങി സുമയ്ക്ക് അത് വലിയൊരു സഹായമാകും. സുമയ്ക്ക് എന്താ ഇനിയും സുമയുടെ ലൈഫിലെ ഏറ്റവും വലിയ ഒരു ആഗ്രഹങ്ങളിൽ ഒരാഗ്രഹം പറയാം? ഒരാഗ്രഹമല്ല, ഒരുപാട് ആഗ്രഹമുണ്ട്. സുമയുടെ ആഗ്രഹങ്ങൾ അത് വന്നിട്ട് ഇപ്പം ഈ ചെറിയൊരു തടിപ്പെട്ടി വെച്ചിരിക്കുന്ന എനിക്കതൊരു ചെറിയൊരു ഷെഡ് പോലെ കിട്ടിയ ഒരു കട പോലെ ആകണം. പിന്നെ എനിക്ക് നല്ലൊരു വീൽ ചെയർ വേണം. ഓട്ടോമാറ്റിക് വീൽ ചെയറൊക്കെ കിട്ടിയാൽ എനിക്ക് പോകാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ജീവിതം കുറച്ചുകൂടെ അല്ല, ഈ ജോലിയൊക്കെ കുറച്ചുകൂടെ എളുപ്പമാകും. ശാരീരിക വൈകല്യത്തിൻ്റെ പേരിൽ പലയിടങ്ങളിലും തൊഴിൽ നിശ്ചയിച്ചു സുമയ്ക്ക്. പക്ഷെ സുമ തളർന്നില്ല. തൻ്റെ എല്ലാ പോരായ്മകളെയും വെല്ലുവിളികളെയും തോൽപ്പിച്ച് മീൻ കച്ചവടം ചെയ്ത് ജീവിതം മുന്നോട്ട് നയിക്കുകയാണ് സുമ. ആ സുമയ്ക്ക് നമ്മളാൽ കഴിയുന്ന ചെറിയ ചെറിയ സഹായങ്ങളെങ്കിലും ചെയ്തു കൊടുക്കണ്ടേ നമ്മൾ? സുമയുടെ നമ്പർ ഞങ്ങൾ ഈ വീഡിയോയുടെ കൂടെ ചേർക്കുന്നുണ്ട്. സുമയുടെ ഗൂഗിൾ പേയും ഈ നമ്പറിൽ തന്നെയുണ്ട്. നമ്മളാൽ കഴിയുന്ന ചെറിയ ചെറിയ സഹായങ്ങൾ സുമയ്ക്ക് തീർച്ചയായും എത്തിച്ചു കൊടുക്കണം. എൻ്റെ ജീവിതകഥ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇതാണ് ഞാൻ ജീവിക്കുന്ന രീതി. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഒരുപാട് പേരെ ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ വഴി വരുന്ന കുണ്ടമൺകടവ് പാലം വഴി വരുന്നവർ എന്നെ നിന്ന് മീൻ വാങ്ങിച്ച് സഹായിക്കുക. നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ഞാൻ ഒരുപാട് പ്രതീക്ഷിക്കുന്നു.